ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ച് സാമൂഹിക പ്രവർത്തകൻ അണ്ണ ഹസാരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ യാത്രയിൽ നിരാശയുണ്ട് എന്ന് അണ്ണ ഹസാരെ പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടമാകുമെന്ന് ഉറപ്പായതിന് പിന്നാലെയാണ് ഹസാരെയുടെ ഈ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കാം. ഒരു സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റവും ചിന്തകളും ജീവിതവും ശുദ്ധവും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താത്തതും ത്യാഗത്തിൽ കേന്ദ്രീകൃതമാകണമെന്ന് താൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ഗുണങ്ങൾ വോട്ടർമാരിൽ വിശ്വാസം വളർത്തുന്നുമുണ്ട്. ഈ തത്വങ്ങളെക്കുറിച്ച് ഞാൻ അരവിന്ദ് കെജ്രിവാളിനെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്റെ ഉപദേശം ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെയായിരുന്നു അണ്ണ ഹസാരെ പറഞ്ഞത്. മദ്യം പോലുള്ള വിഷയങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ മുൻഗണനയായി കണ്ടത്. പണം കണ്ടപ്പോൾ അദ്ദേഹം അതിന് പിന്നാലെ പോയി എന്നും അണ്ണ ഹസാരെ കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി കെജ്രിവാളിന്റെ മുൻഗണനകളിലെ മാറ്റത്തോടുള്ള നിരാശ തോന്നി പങ്കുവച്ചിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അണ്ണ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ളവർ രാജ്യ തലസ്ഥാനത്ത് നടത്തിയ പ്രക്ഷോഭമാണ് 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചിരുന്നത്. എന്നാൽ അതേസമയം 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ BJP ഭരണം പിടിക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. 70 അംഗ നിയമസഭയിൽ 40-ലധികം സീറ്റിൽ BJP ലീഡ് ചെയ്തു. കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അതേസമയം ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിൽ നിന്നും ഒരുപാട് താഴേക്ക് പോകേണ്ടി വന്നു. തുടർച്ചയായ 3-ാം തവണയും കോൺഗ്രസിന് ഡൽഹി നിയമസഭയിൽ ഒറ്റ MLA പോലും ഉണ്ടാകില്ല എന്നതിലേക്ക് ഫലം പോകുന്നുമുണ്ട്. എന്നാൽ സ്വന്തം മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടു എന്നതും ആപ്പ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച കെജ്രിവാൾ BJPയുടെ പർവേശ് വർമ്മയുമായി കനത്ത പോരാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പർവേശ് വർമ്മ വിജയിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. മാത്രമല്ല, മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ജഗ്പൂരിലും മുൻ മുഖ്യമന്ത്രിയായ അതിഷി കൽക്കാജിയിലും പിന്നിലായി തന്നെയായിരുന്നു തേരോട്ടമുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ മുൻ ഉപമുഖ്യമന്ത്രി സിസോദിയ പരാജയപ്പെടുകയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ അതിഷി കൽക്കാജിയിൽ വിജയിക്കുകയും ചെയ്തു. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പോരാളി എന്ന പ്രതിച്ഛായ തകർക്കാൻ BJPയുടെ പ്രചരണത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നതോടെ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ BJPയുടെ കൈപ്പിടിയിലാകും. ഇനിയിപ്പോൾ ദക്ഷിണേന്ത്യ മാത്രമാണ് ഇപ്പോഴും BJPയുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നത്. 2020-ൽ 70 സീറ്റിൽ 62 നേടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. BJPക്ക് 8 സീറ്റുമാണ് അന്ന് ലഭിച്ചത്. എന്നാൽ ഇക്കുറി ആം ആദ്മിയെ അമ്പേ തകർത്തുകൊണ്ടാണ് BJP മുന്നേറിയത്. സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ സ്വന്തമാക്കാനായിരുന്നിട്ടും 1998 മുതൽ ഡൽഹി തങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തായത് BJPയെ ഒട്ടൊന്നുമല്ല അസ്വസ്ഥരാക്കിയിട്ടുള്ളത്. 2015-ലും 2020-ലും ദേശീയ തലസ്ഥാനത്ത് നേരിട്ട തോൽവികൾ ഇരുത്തി ചിന്തിപ്പിക്കാൻ BJP പ്രേരിപ്പിക്കുകയും ചെയ്തു. ഡൽഹിയിലെ മധ്യവർഗ സമൂഹത്തിന്റെ പ്രീതി നേടാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ബജറ്റിൽ ആദായ നികുതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നികുതിദായകർക്ക് ആശ്വാസം നൽകിയതിലൂടെ സർക്കാർ ജീവനക്കാർ അടക്കമുള്ള ഇടത്തരക്കാരെ BJPക്ക് അനുകൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്.